ദിയമോൾക്ക് ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ്? കുറേ ഉണ്ട്. മായാമഞ്ഞലിൽ, തമിഴില് നീ കോറിനാൾ, ഇങ്ങനെ കുറേ കുറേ കുറേ, തെലുങ്കുല് നാനോവേ. എനിക്ക് എല്ലാത്തിലും ഫേവറേറ്റ്സ് ഉണ്ട്. അച്ഛന്റെ പാട്ട് എനിക്ക് ഫേവറേറ്റാ. അപ്പൊ മുത്തശ്ശന്റെ പാട്ടുകൾ ഏതാ ഇഷ്ടം? മുത്തച്ഛനെ അറിയാമോ കുഞ്ഞിന്? അല്ല അന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു. തീരിയേഴും കുറേ ഉണ്ട്. അതും എനിക്ക് എല്ലാ ഫേവറേറ്റ്സാ ഇവർ രണ്ടിന്റെയും. കാര്യം ഫേവറേറ്റ് അല്ലെങ്കിൽ ഇവള് ഇടിച്ച് ശരിയാക്കും കൊച്ചിനെ. പിന്നല്ലാണ്ട് അച്ഛനെ വിട്ടൊരു കളിയില്ല. ഓക്കെ, ഇപ്പൊ സൈക്കോളജി ഒക്കെയാണ് പഠിക്കുന്നേന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛന് പേടിയാണ് മുമ്പിൽ വന്ന് നിൽക്കാന്നൊക്കെ ഇവിടെ ശരത് സാർ നമ്മളോട്. വെറുതെ അല്ലേ? എന്തോ റാങ്ക് ഹോൾഡറോ കോളേജ് ടോപ്പറോ അങ്ങനെ അങ്ങനെ എന്തോ അതാണ് അല്ലേ? ആണോ? പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞ കേക്കട്ടെ. പറയൂ, ഞങ്ങൾ അല്ല മോളെ എന്താ പഠിക്കുന്നതെന്ന് പറയാം. BSc സൈക്കോളജി ഹോണേഴ്സ്. ഓക്കെ ശരി. സോ അത് അവള് കോളേജ് ടോപ്പറാണ്. ഫാന്റാസ്റ്റിക്. സീത ചേച്ചി, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അത് വർഷങ്ങളായിട്ട് അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ആണല്ലേ? പോയിട്ട് വന്നതിന് ശേഷമാണ് ചായ പിന്നീട് എന്റെ കയ്യിൽ നിന്ന് കുടിക്കണം. പക്ഷെ കാലിൽ എണിച്ച് മുങ്ങും. കാലത്തെ രാവിലെ പോകും ഞാൻ രക്ഷപ്പെടും. അത് സ്ഥിരമാ. വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ അല്ലല്ല, നമ്മൾ ഒരു തമാശയില്ല വീട്ടില്. കാര്യം എന്തെങ്കിലും പറഞ്ഞ കൊച്ചു പറയും ക്രിഞ്ച് ക്രിഞ്ച്. വേണ്ട, ഒരു കാര്യത്തിലും ഒരു സീരിയസും. അത് പാർവതി, ഒരു പ്രാവശ്യം ഞാൻ ശരത് സാറിന്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ സാറിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. അപ്പൊ അതിനുശേഷം ദിയമോളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അച്ഛന്റെ എങ്ങനെയാ വീട്ടില് തമാശയൊക്കെ പറയോ, അതിനെ കുറിച്ച് എന്തെങ്കിലും അച്ഛനോ തമാശയോ, അച്ഛൻ തമാശ എന്ന് പറയോ? അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയാം, എന്റെ തമാശകൾ ഏക്കാത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ എന്റെ വീട്. ആള് പക്ഷെ ഭയങ്കര കൂളാ. ഒരു കാര്യത്തിന് ദേഷ്യമോ അങ്ങനെ യാതൊന്നുമില്ല. എന്താ പറയാ, ഇങ്ങനെ ഒരു അത് പ്ലസ്സും ആണ് മൈനസും ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് ഞാനൊന്നിനും ടെൻഷൻ ആവത്തില്ല. ഞാൻ ഒരേ ടെൻഷൻ ആക്കത്തുമില്ല. പിന്നെ അവരെ ശല്യപ്പെടുത്തത്തില്ല. കല്യാണം കഴിച്ചു പോയെന്നുള്ളൊരു ചോറുണ്ടാക്കടി, മീൻ വറുക്കൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉഗ്രം കുക്കാണ്, അസാധ്യ കുക്കാണ്. ഉണ്ടാക്കിയാൽ നമ്മളെ വിളിക്കും, പോയി തിന്നും. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഞാൻ ഒരു ഐ ആം എ കൂൾ ഗൈ ആണ് കേട്ടോ. പക്ഷെ പുറത്ത് ആർക്കും അത് അധികം അറിയില്ല. കാണുമ്പോ എന്ത് ഭയങ്കരം എന്നൊക്കെ തോന്നുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ആള് ഭയങ്കര. അല്ല, അത് നമുക്ക് ഭയങ്കരം എന്ന് തോന്നുന്നത് ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്.